നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ദിക്റുല്ലാഹിയോടുകൂടെ മരിക്കാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കുകൊണ്ട് നമ്മുടെ നാവ് പച്ചയായ നിലയിൽ മരിക്കാൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദിക്ർ ചൊല്ലി ജീവിച്ചാലേ ദിക്ർ ചൊല്ലി മരിക്കാൻ കഴിയൂ. ദിക്റിനെ സ്നേഹിച്ചവർക്ക് ദിക്ർ ചൊല്ലിയിട്ടല്ലാതെയുള്ളൊരു മരണമുണ്ടാവില്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആഖിറു കലാമിൻ ഫാറഖ്തു അലൈഹി റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖുൽതു അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് യാ റസൂലല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ ഹളറത്തിലേക്ക് വന്നു. പുണ്യ റസൂൽ വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത്. എന്നിട്ട് ചോദിച്ചു, നബിയേ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണു നബിയേ? എന്തെല്ലാം അമലുകളുണ്ട്, ഏതെല്ലാം തരത്തിൽ ഇലാഹായ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിൽ അല്ലാഹുവിന് ഒരു അബ്ദിൽ നിന്ന് എന്തുണ്ടാവലാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുആദേ, അത് അന്തമൂത വലിസാനുക റത്ബും മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് ദിക്റുല്ലാഹി കൊണ്ട് പച്ചയാകുന്ന നിലക്ക് നീ മരിക്കലാണ് നിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് ഏറ്റവും വലിയ താല്പര്യമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണം. അതിനെന്ത് നമ്മൾ ചെയ്യണമെന്നതൊന്ന് ആലോചിക്കണം. നിന്റെ നാവ് ദിക്റുല്ലാഹി കൊണ്ട് പച്ചയായിരിക്കെ, അഥവാ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കെ അങ്ങനെ നീ അങ്ങ് മരിക്കലാണ് നിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരാ, ഇത് കേൾക്കുന്ന സഹോദരി, അങ്ങനെ ദിക്റുല്ലാഹിയോടുകൂടെ മരണപ്പെടണമെന്ന ആഗ്രഹമുണ്ടോ? ദിക്റുല്ലാഹിയോടുകൂടെ ജീവിക്കാൻ നാം തയ്യാറാവണം. അങ്ങനെ ദിക്റുല്ലാഹിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദിക്റുല്ലാഹിയോടുകൂടെ മരണപ്പെടാൻ കഴിയൂ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മഹാനായ ശംസുൽ ഉലമയുടെ മരണം മുഅ്മിനെ സുബ്ഹിക്ക് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിൻ മസ്ജിദിൽ നിന്നത് വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് ജവാബ് കൊടുക്കുകയാണ് മഹാനായ ലോകം കണ്ട പണ്ഡിതന്മാരിൽ നേതാവായ പണ്ഡിത കുലപതിയായ മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുറ്റുമുള്ളവർ ഈ വാക്കിന് സാക്ഷിയാണ്. അതോടുകൂടെ കഴിഞ്ഞു, പിന്നെ സംസാരമില്ല. എന്തേ അങ്ങനെ ഒരു സൗഭാഗ്യം അല്ലാഹു നൽകിയത്? മുഅ്മിനെ ദിക്റുല്ലാഹിയിലും ഫിക്റുല്ലാഹിയിലുമായി കഴിഞ്ഞുകൂടി. അങ്ങനെയൊക്കെ ഒരു അവസരം പരമാവധി നമുക്കും കിട്ടട്ടെ. അതാണ് നമ്മളുടെ ഈ മജ്ലിസിന്റെ ലക്ഷ്യം. അതാണ് നമ്മളുടെ മജ്ലിസിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് സുബ്ഹിയുടെ ശേഷം ഒരൽപ്പസമയം പരമാവധി പിശാചിനോട് ജിഹാദ് ചെയ്ത്, സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്ത് ശരീരത്തെ ദിക്റുല്ലാഹിയിലായി ഒന്ന് പിടിച്ചു നിർത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. ആ ദിക്ർ അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലാഹുവേ, എനിക്ക് ലഭ്യമായ നിഅമത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അതേ പ്രകാരം ലോകത്തുള്ള നിന്റെ സൃഷ്ടികൾക്കൊക്കെയും ലഭ്യമായ അനുഗ്രഹങ്ങളൊക്കെയും നിന്നിൽ നിന്നാണ്. നിനക്കതിൽ പങ്കുകാരില്ല, നിന്നിൽ നിന്നു മാത്രം. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക. അതിനുശേഷം ഇനി ഒരു ദിക്ർ ഞാൻ ഇന്ന് പറയുകയാണ്. പടച്ചോനെ, ആ ദിക്ർ വളരെ മഹത്തരമാണ്. ഒരുപാട് നേരം ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഈ ഒരു ദിക്ർ കൊണ്ട് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ദിക്കണം ആ ദിക്ർ ഇങ്ങനെയാണ്: സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ സർവലോക രക്ഷിതാവായ അല്ലാഹ്, ആ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. വബിഹംദിഹി, ആ അല്ലാഹനെ സ്തുതിക്കലോടൊപ്പം, അല്ലാഹനെ സ്തുതിക്കുന്നതോടൊപ്പം എത്രയാണ് ആ സ്തുതി എന്നറിയുമോ? അദദ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണമനുസരിച്ച്. അതെത്ര ആർക്കാ പറയാൻ കഴിയാം? മനുഷ്യർക്ക് വളരെ പരിമിതമായ വിജ്ഞാനം മാത്രമേ അല്ലാഹു നൽകിയിട്ടുള്ളൂ. നമ്മളുടെ വിജ്ഞാനം പരിമിതമല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടികൾ ഏതൊക്കെയാണ് നമുക്കെന്തറിയാം? അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അദദ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് അത്രയും തവണ ഞാൻ റബ്ബിനെ പുകഴ്ത്തുകയാണ്. വരിളാ നഫ്സിഹി, എത്ര ഞാൻ ഹംദ് ചെയ്താലാണോ അല്ലാഹുവിന് സംതൃപ്തി വരുന്നത് അത്രയും ഹംദ്. അബ്ദെന്ന നിലയിൽ എന്റെ റബ്ബെനിക്ക് തന്ന നിഅമത്തിന് എത്രയാണോ ഞാൻ ഹംദർപ്പിക്കേണ്ടത്, എത്ര ഹംദർപ്പിച്ചാലാണോ എന്റെ റബ്ബ് സംതൃപ്തനാകുന്നത് അത്രയും ഹംദ്. വസിനത അർശിഹി, അല്ലാഹുവിന്റെ അർശിന്റെ ഭാരമനുസരിച്ച്. അല്ലാഹുവിന്റെ അർശിന്റെ ഭാരം അല്ലാഹ്ക്കല്ലാതെ മറ്റാർക്കറിയും? അർശും ഭൂമിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോ വിശാലമായൊരു മരുഭൂമിയിൽ ഒരു രൂപ ഇട്ടാൽ, ഒരൊറ്റ റുപ്യയുടെ ഒരു കോയനിട്ടാൽ, ആ കോയൻ എങ്ങനെയാണോ അങ്ങനെയാണ് അർശിൽ ഭൂമി വെച്ചാൽ ഭൂമിയുടെ അവസ്ഥ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശാലമായൊരു മരുഭൂമി സങ്കല്പിക്ക്. ആ മരുഭൂമിയിൽ ഒരു ഒറ്ററുപ്യയുടെ ഒരു കോയിൻ എടുത്ത് നമ്മൾ ഇട്ടു, ഒരു റുപ്യ. ഈ വിശാലമായ മരുഭൂമി അർശും ഈ ഒരു റുപ്യ ഈ ഭൂമിയും. അർശിനെ അപേക്ഷിച്ച് ഭൂമി അത്രേ ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അർശിന്റെ ഒരു ഭാരവും വലുപ്പവും എത്രയായിരിക്കും? അർശിന്റെ ഭാരത്തിനനുസരിച്ച് വമിദാദ കലിമാതിഹി, ജല്ല ജലാലായ റബ്ബിന്റെ കലിമാത്തുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും എഴുതി തീർക്കാൻ എത്രത്തോളം മഷിത്തുള്ളികൾ വേണോ അത്രയും തവണ ഇതാ ഇലാഹായ റബ്ബിനെ ഹംദർപ്പിക്കുന്നതോടൊപ്പം ഞാൻ എന്റെ റബ്ബിനെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ്. ഇത് വല്ലാത്ത ഒരു ദിക്റാണ്.